ഞാൻ മറുകണ്ഠം ചാടിയടാ. സീറ്റ് തരുമെന്ന് വിചാരിച്ചാ ഈ തറവേല കാണിച്ച്. ഓ വരുന്നുണ്ട്. ഇവന്റെ വായിരിക്കുന്ന കൂടെ കേൾക്കണല്ലോ ദൈവം. മണിയാശാനെ ശവത്തി കുത്തല്ലേ കേട്ടോ. നീ ചാടി നടന്നപ്പോഴേ എനിക്കറിയായിരുന്നു ഒരു കാര്യവും ഇല്ലാന്ന്. ആ നരേന്ദ്രമോദിയെ ഞാൻ എന്തോരം പൊക്കി പറഞ്ഞതാ. മോദി വീണ്ടും അധികാരത്തിൽ തർക്കം വന്നോണ്ടിരിക്കും. എന്നിട്ട് അവന്മാർ എന്നോട് ഈ പണി കാണിക്കുമെന്ന് ഞാനറിഞ്ഞു. ആ ഫസ്റ്റ് ഇന്നലെ വരെ മോദിയെ തെറി വിളിച്ചോണ്ട് നടന്ന നീ പെട്ടെന്ന് ഒരു ദിവസം മോദിയെ തലേ കയറ്റി വെച്ചപ്പോഴേ അവന്മാർക്ക് കാര്യം കത്തി. അത്രേ ഉള്ളൂ. ആശാൻ വലിയ പുണ്യാളൊന്നും കളിക്കണ്ട. നിങ്ങളെ പ്രസംഗം കേൾക്കാൻ പോലും ആരുമില്ല. എങ്ങനെ കേൾക്കാനാ? അമ്മാതിരി പൊളിച്ച തെറിയല്ലേ വായിന്ന് വരും. അതെന്ന് വർത്താനാണോ നീ പറഞ്ഞേ? നിനക്ക് എന്നെ അറിയത്തില്ല. ഞാനങ്ങ് ഹൈ റേഞ്ചിന്റെ വിപ്ലവ സിംഹമാ. വിപ്ലവ സിംഹം. ഒട്ടീനെ ഒട്ടീനെ ഓ സീറ്റ് കിട്ടിയ അഹങ്കാരത്തിൽ ദേവൃത്തം വരുന്നുണ്ട്. ദൈവമേ, ഇവന്റെ ഇംഗ്ലീഷ് കേൾക്കാൻ എനിക്ക് വയ്യ. ഇവനോട് പറയാനുള്ള മലയാളം പോലും എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ചത്തത് പറഞ്ഞേരെ. ഹലോ പേശേ, കൂറുമായിട്ടും സീറ്റൊന്നും കിട്ടിയില്ലെന്ന് കേട്ടു. ആശാൻ ഇവിടെ ഉണ്ടായിരുന്നോ? ഓ ഈ ഒലവലാതിയോട് മിണ്ടാതിരിക്കാൻ പറ. എനിക്ക് ചൊറിഞ്ഞു കയറുന്നുണ്ട്. ഇങ്ങനെ പാർട്ടി മാറിയിട്ടൊന്നും കാര്യമില്ല. എന്നെ പോലെ ഉറച്ചു നിൽക്കാൻ പഠിക്കണം. ഓ വലിയ പരിഷ്കാരി ഉപദേശിക്കാൻ വന്നേക്കുന്നു. ഇയാളെയാണ് പണി നോക്കിപ്പോ. ഞങ്ങൾക്കറിയാം എന്നാ ചെയ്യണോ. എനിക്കങ്ങ് തിരുവനന്തപുരത്താ സീറ്റ്. അറിഞ്ഞു കാണുള്ളൂ അല്ലേ? ഇപ്പൊ ഇലക്ഷൻ പ്രചരണമൊക്കെ ആയതുകൊണ്ട് ഞാൻ കുറച്ച് ബിസിയാ. പൗഡറും പൂശി ഫോട്ടോ എടുത്ത് നടക്കുക. അനുഭവിച്ചോ? ഇവനൊക്കെ വേണ്ടി വോട്ട് ചെയ്യുന്ന എല്ലാവന്മാരും അനുഭവിച്ചോ? ഫ്ലോസി നൗസിന് ഹിലിഫിലി വിക്കേഷൻ. നിന്നെ കൊണ്ടൊക്കെ ഇതൊക്കെ പറയാൻ പറ്റുമോ? പറയാൻ പറ്റുമോ? ആ ഫസ്റ്റ് ഇതറിയാതെ ഞാൻ വല്ല പാർലമെന്റിലും മത്സരിച്ചേനെ. നീ വേണ കേട്ടവനെ വിളിച്ചോണ്ട് പോടാ. ഇംഗ്ലീഷ് ഒന്നും പറഞ്ഞ് പേടിപ്പിക്കാൻ നോക്കണ്ട. ഇതൊക്കെ നമുക്കറിയാം. നിനക്ക് അറിയത്തില്ല ഈ മണിയനെ. എടോ പീസി, ഇവൻ വിളിച്ചത് കേട്ടോ ഫോബിയാന്ന്. ആ കൂടുമ്പഞ്ചോലെ വന്ന് ചോദിച്ചാ മതി ഈ മണിയാശാനാരാന്ന്. ആശാനെ ഇവന് നമ്മുടെ മുഖത്ത് നോക്കി ഇങ്ങനെ പറയാൻ എങ്ങനെ മനസ്സ് വന്നു? സീറ്റ് കിട്ടിയ ആങ്ങാരോ പോടാ. ബ്രിട്ടീഷുകാരാ.